നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല. ബൈക്ക് യാത്രക്കാർ, കന്നുകാലികൾ, ഇതിനെല്ലാമായ ഈ ഒരു സാധനം നമ്മളെ ഒരു നോക്കൂത്തിയെ പോലെ ഇരുത്തിക്കൊണ്ട് ഇതിന് വലിയൊരു നമ്മളെ ഒരു പട്ടിയുടെ പോലെ പോലും തരുന്നില്ല. ഇവിടെ പട്ടിയെ തല്ലിക്കൊന്നാൽ ചോദിക്കാൻ ആളുണ്ട്. ഒരു മനുഷ്യന് ഒരു പട്ടി അപകടത്തിൽ മരണപ്പെട്ടാൽ ഒരു പട്ടിയുടെ വിലയും അവർക്ക് കൊടുക്കത്തില്ല. ആശുപത്രിക്കകത്താണെങ്കിൽ അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഉഴുത്ത് കിടക്കുക. ഓരോ രോഗികൾ എങ്ങനെയൊക്കെ ഇവിടെ വരുന്നതെന്ന് പോലും ഒരു പേടിച്ചാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ പെരയ്ക്കകത്തിരുന്ന് സൈക്കിൾ ഓട്ടാതെ രാവിലെ നടക്കാൻ ഒന്നിറങ്ങണം. അന്നേരം പട്ടിയുടെ കടി കൊള്ളുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിവിധി കാണും. ഒരാളെ പട്ടി അടിച്ചാൽ മിനിമം 7 ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു ഇഞ്ചക്ഷന് 5000 രൂപ വിലയുണ്ട്. 7 ഇഞ്ചക്ഷൻ ആകുമ്പം ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ, ആർക്കാണ് നഷ്ടം? വലിയൊരു മരുന്ന് മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഡൗട്ട്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും അവർക്ക് കുട പിടിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാന പ്രശ്നമാണ് തെരുവ് നായ ശല്യം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ നിരവധി ആൾക്കാർ തെരുവ് നായയുടെ കടിയേറ്റ് ആക്രമണമേറ്റ് മരണപ്പെടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ ഭരണകൂടം ഇതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തെരുവ് നായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് തറപ്പിച്ച് തന്നെ പറയാം. കാരണം കൃത്യമായ വന്ധീകരണം നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ കൃത്യമായി വന്ധീകരണം നടത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊല്ലം സ്വദേശിയായ നജീം കളങ്ങര ഇപ്പോൾ ഒരു ഒറ്റയാൾ പോരാട്ടവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം ഒരു വീൽ ചെയർ തള്ളിക്കൊണ്ട് ഈ തെരുവ് നായയെ കൃത്യമായി വന്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു വീൽ ചെയർ തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രതിഷേധമായിക്കൊണ്ട് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏകദേശം 50ഓളം ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ യാത്ര. നജീബ്, എത്ര ദിവസമായി ഈ യാത്ര തുടങ്ങിയിട്ട്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം? ഇന്ന് 54 ദിവസമായി. ഉദ്ദേശലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വില തരുന്നില്ല. എന്നാൽ പട്ടികളെ നമ്മൾ ഈ സാധനത്തിന് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതായത് പഞ്ചായത്തിൻ്റെ കഴിവുകേട് കുറവാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 10 പട്ടിയെ വന്ധീകരിക്കാൻ കൊണ്ടുപോകും. വന്ധീകരിച്ചിട്ട് എൻ്റെ വീടിന് മുമ്പിൽ കൊണ്ടിടുക, അത് ചെയ്യത്തില്ല. മറ്റുള്ളവൻ്റെ വീട്ടുകളിൽ മുമ്പിൽ ഈ തെരുവ് നായ്ക്കളെ ഇറക്കി വിടുകയാണ്. രാവിലെ നോക്കുമ്പോൾ 100 കണക്കിന് പട്ടികളാണ് നമ്മുടെ മുമ്പുകളിൽ വരുന്നത്. നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല. ബൈക്ക് യാത്രക്കാർ, കന്നുകാലികൾ, ഇതിനെല്ലാമായ ഈ ഒരു സാധനം ഇതിനവർ നമ്മളെ ഒരു നോക്കൂത്തിയെ പോലെ ഇരുത്തിക്കൊണ്ട് ഇതിന് വലിയൊരു നമ്മളെ ഒരു പട്ടിയുടെ പോലെ പോലും തരുന്നില്ല. ഇവിടെ പട്ടിയെ തല്ലിക്കൊന്നാൽ ചോദിക്കാൻ ആളുണ്ട്. ഒരു മനുഷ്യന് ഒരു പട്ടി അപകടത്തിൽ മരണപ്പെട്ടാൽ ഒരു പട്ടിയുടെ വിലയും അവർക്ക് കൊടുക്കത്തില്ല. ആ ഒരു നാടായി മാറിക്കഴിഞ്ഞു. ഈ തെരുവ് നായ്ക്കളെ കൊല്ലണമെന്നൊന്നും പറയുന്നില്ല. തെരുവ് നായ്ക്കളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. കറക്റ്റായിട്ട് ഉടായ്പ് കാണിക്കാതെ നല്ല രീതിയിൽ വന്ധീകരിച്ചിട്ട് സ്ഥലങ്ങൾ കണ്ടെത്തി അതിനെ മാറ്റണം. അതിനു വേണ്ടിയുള്ള യാത്രയാണ്. സെക്രട്ടേറിയറ്റ് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ യാത്ര ഇന്നിപ്പം സെക്രട്ടേറിയറ്റിലെത്തി. ഒരാഴ്ച കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് നിരാഹാരം കിടക്കുകയാണ്. അവിടെ കിടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പരാതികൾ കൈമാറാണ്. നാളെ സുപ്രീം കോടതിയിലും പോകുന്നുണ്ട്. ഇത് തെരുവ് നായ 2ാം ഘട്ടമാണ് ഇവിടെ വരുന്നത്. ഇതിന് മുമ്പേ മുഖ്യമന്ത്രി എനിക്കൊരു ഓർഡർ തന്നായിരുന്നു വന്ധീകരിച്ച് ഇതിനെ മാറ്റാനുള്ള. ഞാനിപ്പം കയറിയത് 300ഓളം പഞ്ചായത്ത് കയറി, ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ഞെട്ടിയിരിക്കുന്നത്. 300ഓളം പഞ്ചായത്ത് കയറിയതുകൊണ്ട് 1200 കിലോമീറ്റർ ചെരുപ്പ് പോലും, എന്തിനാണ് ഞാൻ ചെരുപ്പിൽ നടക്കുന്നത്? നമുക്കൊരു ചെരുപ്പ് പോലും മേടിച്ചിട്ട് നമുക്ക് പുറത്തിടാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശല്യമായി മാറി. ആശുപത്രിക്കകത്താണെങ്കിൽ അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഉഴുത്ത് കിടക്കുക. ഓരോ രോഗികൾ എങ്ങനെയൊക്കെ ഇവിടെ വരുന്നതെന്ന് പോലും ഒരു പേടിച്ചാണ്. ഞാൻ ഇന്നലെ അവിടെ കിടന്നുകൊണ്ട് എനിക്ക് ബോധ്യമായ കാര്യമാണ്. ഇന്നലെ എൻ്റെ പേർക്ക് തന്നെ 10-400 എണ്ണം ചാടി വന്നു. ഇതോണക്കാരിക്കല്ല വരുന്ന രോഗികളും. ഈ തെരുവ് നായ്ക്കളെ നമുക്ക് കൊല്ലണമെന്നല്ല എപ്പോഴും പറയുന്നത്, കറക്റ്റായിട്ട് വന്ധീകരിച്ചിട്ട് അതിനും ഒരു സംവിധാനം ഒപ്പിക്കണം എന്ന് പറഞ്ഞാൽ തെരുവിൽ അതും അതൊരു ജീവനുള്ള സാധനമാണ്. അതിനെ കൊല്ലാൻ ആരും, ഞാൻ എൻ്റെ നാവുകൊണ്ട് പറയത്തില്ല. തെരുവിൽ നിന്ന് നിർബന്ധമായിട്ടും ഈ സാധനത്തിന് മാറ്റണം. ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി സഞ്ചരിക്കണം. എത്ര ദിവസമായി യാത്ര? ഇന്ന് 54ാമത്തെ ദിവസം. 300ഓളം
പഞ്ചായത്ത് കയറിയിട്ടുണ്ട്. 1200ഓളം കിലോമീറ്റർ ഇപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് അത് വീൽ ചെയറാണ്. ഇത് തള്ളിക്കൊണ്ടുള്ള യാത്രയാണ്. നേരത്തെ ഇവിടെ ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റ് പിടിക്കാൻ കടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഈ പെരയ്ക്കകത്തിരുന്ന് സൈക്കിൾ ഓട്ടാതെ രാവിലെ നടക്കാൻ ഒന്നിറങ്ങണം. അന്നേരം പട്ടിയുടെ കടി കൊള്ളുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിവിധി കാണും. നിങ്ങൾക്ക് കാറുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകണം. അതാണ് മെയിനായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ പട്ടി അടിക്കുമ്പം ഇവരൊക്കെ ഇരുന്ന് ഉറങ്ങുക. അതുകൊണ്ട് തന്നെ ഈ തെരുവിൽ എത്ര ബൈക്ക് ആക്സിഡൻറ്റ് നടക്കുന്നു, മരിച്ചുപോയ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ വീട്ടുകളിൽ പൂക്കണ്ണീരുമായിട്ട് ചെല്ലും, ഒരു റീത്തുമായിട്ട് ചെല്ലും. അങ്ങനെ വന്നാൽ എൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ തെറി തന്നെ പറയും. എന്തിനാണ് അങ്ങനെ വരുന്നത്? ഇതിന് ശാശ്വത ഒരു പരിഹാരം കാണാതെ എന്തിനാണ് അവർ പൂക്കണ്ണീരുമായിട്ട് ചെല്ലുന്നത്? സത്യം പറഞ്ഞാൽ ഉളുപ്പില്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ യാത്ര എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്? സെക്രട്ടേറിയറ്റിൽ ഇന്ന് അവിടെ കയറുകയാണ്. കയറിയിട്ട് 1-ാം തീയതിയാണ് ജനങ്ങളെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഈ പരാതികൾ കൈമാറുന്നത്. തൂക്കി വിറ്റാൽ തന്നെ നല്ല രീതിയുണ്ട്. വർഷങ്ങൾ ആയിട്ടുള്ള പരാതികളാണ്. ഞാൻ ഈ തെരുവ് നായ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞായിരുന്നു നേരത്തെ. അന്നേരം അന്നുള്ള പരാതികളെല്ലാവരും ഇപ്പോൾ ഉണ്ട്. ഇപ്പം വരുന്ന വഴി ശരിക്ക് അന്നേരം ജനങ്ങളെ വിഡ്ഢിയാക്കി തീർക്കുവാണെന്ന് ഡൗട്ട്. ഈ ബന്ധപ്പെട്ട അധികാരികൾ മനുഷ്യന് വില നൽകുന്നില്ലെങ്കിൽ അവരും മനുഷ്യരാണ്. അവർക്ക് നമ്മൾ വില കൊടുക്കണോ? നമ്മളും അവരെല്ലാം സമൂഹം എന്ന് പറഞ്ഞാൽ തെരുവ് പട്ടിയുടെ വില പോലും നമുക്ക് തരാത്തവർ അതും പട്ടികളായി മാറും ഈ ബന്ധപ്പെട്ട അധികാരികൾ. ഈ യാത്രയ്ക്ക് പ്രചോദനമായത് എന്താണ്? എൻ്റെ വീട്ടിൽ ആരെയും പട്ടി അടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലാരും പട്ടി അടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പൊതുജനങ്ങൾ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ടാണ് ഞാനിതിനിറങ്ങുന്നത്. ആരെങ്കിലും ഒരാൾ വേണ്ടേ പ്രതികരിക്കാൻ? എല്ലാവർക്കും സമയമില്ല എന്ന് പറയുന്ന നാടാണ്, പ്രതികരണ ശേഷിയില്ലാത്ത നാട്. ആ നാട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാവണം, ഇനിയും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറഞ്ഞാൽ ഇത് 90ാമത്തെ സമര മുറയാണ് എൻ്റെത്. എൻ്റെ കാലങ്ങൾ കഴിഞ്ഞു പോയാലും അടുത്തൊരാൾ കയറി വരണം. മുഖ്യമന്ത്രിക്ക് ഇതിനു മുൻപ് പരാതി കൊടുത്തിരുന്നു. ഇവിടെ തന്നെ ഇപ്പം ഇതിനു മുമ്പേ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ പഞ്ചായത്ത് ഇത്രയും കയറി ഇറങ്ങി കിടന്നത്. പക്ഷേ ഇന്ന് ഇതിടം വരെ അവർക്ക് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടെന്നാണ് എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ തെരുവിൽ നിന്ന് അവർക്ക് പട്ടി വിടാൻ പറ്റത്തില്ല. കാരണം ഒരാളെ പട്ടി അടിച്ചാൽ മിനിമം 7 ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു ഇഞ്ചക്ഷന് 5000 രൂപ വിലയുണ്ട്. ഈ 7 ഇഞ്ചക്ഷൻ ആകുമ്പം ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ, ആർക്കാണ് നഷ്ടം? വലിയൊരു മരുന്ന് മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഡൗട്ട്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും അവർക്ക് കുട പിടിക്കുകയാണ്, നമ്മളെ വിറ്റ് കാശുണ്ടാക്കിയാണ്. ഇത് പട്ടികളെ മാറ്റിക്കഴിഞ്ഞാൽ മരുന്ന് കമ്പനി പൂട്ടിപ്പോവും. അത് തന്നെയാണ്. പിന്നെ ഇവിടെ വന്ധീകരണം ചെയ്യുമെന്ന് പറഞ്ഞ് ഇവിടെ പെയിൻറ്റ് അടിച്ച് ഇവിടെ ചെവിയും കട്ട് ചെയ്ത് ഇവിടെ പെയിൻറ്റ് അടിച്ചു വിടും. ഇവിടെ അവർ ടേപ്പ് വെച്ച് ഒട്ടിക്കുമോ? ഇതെന്ന് പറഞ്ഞു തരണം. അവർ ഇവിടെ ടേപ്പ് വെച്ചൊന്നും ഒട്ടിക്കത്തില്ല. വന്ധീകരിക്കുന്ന പട്ടിക്ക് വാശിയേറെ കൂടുകയാണ്. എൻ്റെ വീട്ടിനടുത്തൊരു 10 പട്ടിയെ പിടിച്ചിട്ട് ചേട്ടൻ്റെ വീട്ടിന് മുമ്പ് കൊണ്ടിടും. രാവിലെ നോക്കുമ്പോൾ പട്ടിക്ക് വാശി കയറിക്കുക. ഇവിടെ കൊണ്ടിറക്കിയിട്ടുമ്പം ആൾക്കാരെ കയറി കടിക്കും. ഗൗരവം കൂടിയിരിക്കുന്ന സമയമാണ്. ഇവർ തന്നെയാണ് ഇത് കടി ഒപ്പിക്കാനുള്ള വിഷയം ഉണ്ടാക്കുന്നത്. ഇത്രയും നാൾ ഒരു ഇതോടെ വരെ ഇത്രയും പട്ടി വിഷയം ഉണ്ടായല്ലോ. എന്തെങ്കിലും സർക്കാർ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ എത്ര അടുത്ത് കടി കഴിക്കുന്നുണ്ട്. ഇവരിരുന്ന് ഉറങ്ങുവാണ് സമയത്ത്. ഇപ്പോൾ ഒരു ഉറക്കം എണീക്കും കണ്ടോണം. ഇപ്പോൾ ഏത് നിമിഷം നീ അവർ ഉണർന്നിട്ട് അതേ രീതി വീണ്ടും ഒന്ന് തലമുക്കി കാണിച്ചിട്ട് ഞാനിവിടെ ഉണ്ടേ വീണ്ടും താരും. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരും. എന്തായാലും തെരുവ് നായകളെ കൃത്യമായി വന്ധീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നജീം യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണുവാൻ സാധിച്ചില്ല എന്നാണ് നജീം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുവാൻ പോവുകയാണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ തൻ്റെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഈ കൂലിപ്പണിക്കാരനായ ഈ സാമൂഹിക പ്രവർത്തകനായ നജീം എന്ന മനുഷ്യൻ പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.